മിന്നാമിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് സെലിബ്രേറ്റഡ് ബൈ ഈസ്റ്റേൺ. അപ്പോൾ മിന്നാമിനിങ്ങിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ. നാദർഷിക മിന്നാമിനിങ്ങിലേക്ക് സ്വാഗതം. മഹതി മാം സ്വാഗതം. കുപ്പിസ്വാമി സർ സ്വാഗതം. വെൽക്കം ജഡ്ജസ്. So once again welcome you to മിന്നാമിനുങ്ങ് powered by Lakshmi Jewelry and celebrated by Eastern. മിന്നാമിനുങ്ങിൽ ഇപ്പോൾ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പോകുന്നത് സുഭാഷ് ആണ്. അവൾ റൗണ്ടിലാണ് സുഭാഷ് എത്തുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം സുഭാഷിനെ. സുഭാഷ്, ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അവൾ റൗണ്ട് ആണ്. ഏത് പാട്ടാ പാടുന്നത്? ഞാൻ അക്കാണം മുണ്ടെടുത്തേന്നുള്ള. ഓക്കെ, എന്തെങ്കിലും പ്രത്യേകിച്ച് തീമുണ്ടോ പാട്ടിന്? ഉണ്ട്. ഭർത്താവ് ഉണ്ടായിട്ടും വേറൊരു കാമുകന്റെ ഒപ്പം പോയി വഞ്ചിക്കപ്പെട്ട ഒരു പെണ്ണിന്റെ കഥയാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നൊരു മെസ്സേജാണ് ശരിക്കും. ഇത് പഴയൊരു കാലഘട്ടത്തിലെ പാട്ടായിരുന്നുവെങ്കിലും ഇപ്പോഴും അത് വളരെ പ്രസക്തമാണ് അല്ലേ? അപ്പം എന്തായാലും ആ ഒരു ഫീലോട് കൂടി തന്നെ പാടൂ. നന്നായിട്ട് പാടൂ. ഓക്കെ. അന്നേരം ഞാൻ പറഞ്ഞേ കെട്ടിയ മാലനുണ്ട്, അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാലനുണ്ട്. ദയ്യാദിനന്ദിനന്തോ ദാരാ ദയ്യത്തിനന്ദിനന്തോ, ദയ്യാദിനന്ദിനന്തോ ദാരാ ദയ്യത്തിനന്ദിനന്തോ, ദയ്യാദിനന്ദിനന്തോ ദാരാ ദയ്യത്തിനന്ദിനന്തോ, ദയ്യാദിനന്ദിനന്തോ ദാരാ ദയ്യത്തിനന്ദിനന്തോ. അക്കാണും മുണ്ടുടുത്തേ പെണ്ണെ നീയുടുത്തപ്പളേ, അന്നേരോ ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാലനുണ്ട്. ദയ്യാദിനന്ദിനന്തോ ദാരാ ദയ്യത്തിനന്ദിനന്തോ, ദയ്യാദിനന്ദിനന്തോ ദാരാ ദയ്യത്തിനന്ദിനന്തോ. അക്കാണം മുണ്ടുടുത്തേ പെണ്ണെ തിട്ടിയുടുത്തപ്പളേ, അന്നേരോ ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാലനുണ്ട്. ദയ്യാദിനന്ദിനന്തോ ദാരാ ദയ്യത്തിനന്ദിനന്തോ, ദയ്യാദിനന്ദിനന്തോ ദാരാ ദയ്യത്തിനന്ദിനന്തോ. ദയ്യാദിനന്ദിനന്തോ ദാരാ ദയ്യത്തിനന്ദിനന്തോ, ദയ്യാദിനന്ദിനന്തോ ദാരാ ദയ്യത്തിനന്ദിനന്തോ. വീലിത്തല മുടിയേ തച്ചിട്ട് കെട്ടുമ്പോളേ, അന്നേരോ ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാലനുണ്ട്. ദയ്യാദിനന്ദിനന്തോ ദാരാ ദയ്യത്തിനന്ദിനന്തോ, ദയ്യാദിനന്ദിനന്തോ ദാരാ ദയ്യത്തിനന്ദിനന്തോ. നെയ്യപ്പം തിന്നപ്പോളേ
ഉടുത്തപ്പോഴേ അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാലനുണ്ട്. തെയ്യാതിനന്തിരന്തോ താരാ തെയ്യത്തിനന്തിരന്തോ, തെയ്യാതിനന്തിരന്തോ താരാ തെയ്യത്തിനന്തിരന്തോ. അക്കാണും നെല്ലിടിച്ചേ പെണ്ണെ ചുറ്റു കെട്ടുമ്പോഴേ അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാലനുണ്ട്. തെയ്യാതിനന്തിരന്തോ താരാ തെയ്യത്തിനന്തിരന്തോ, തെയ്യാതിനന്തിരന്തോ താരാ തെയ്യത്തിനന്തിരന്തോ. അക്കാണും മുണ്ടുടുത്തേ പെണ്ണെ ഇട്ടിയുടുത്തപ്പോഴേ അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാലനുണ്ട്. തെയ്യാതിനന്തിരന്തോ താരാ തെയ്യത്തിനന്തിരന്തോ, തെയ്യാതിനന്തിരന്തോ താരാ തെയ്യത്തിനന്തിരന്തോ. അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാലനുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാലനുണ്ട്. തെയ്യാതിനന്തിരന്തോ താരാ തെയ്യത്തിനന്തിരന്തോ, തെയ്യാതിനന്തിരന്തോ താരാ തെയ്യത്തിനന്തിരന്തോ. തെയ്യാതിനന്തിരന്തോ താരാ തെയ്യത്തിനന്തിരന്തോ, തെയ്യാതിനന്തിരന്തോ താരാ തെയ്യത്തിനന്തിരന്തോ. അപ്പം എന്തായാലും ഈ പാട്ടിന്റെ ഓരോ വരികളും ശരിക്കും പറഞ്ഞാൽ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെയാണ് അല്ലേ? ഓരോ കാര്യങ്ങളും അങ്ങനെ ചെയ്യരുത്, നിനക്കൊരു ഭർത്താവ് ഉണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പം എന്തായാലും പാട്ടിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. കുപ്പുസ്വാമി സർ. സുഭാഷ് ഹായ് സർ. എപ്പോഴും സഭാഷ് ഹായ്. നന്നായിട്ട് പാടി, നല്ല വോയിസ് ബ്രൈറ്റ് ആണ്, യാതൊരു കുഴപ്പമില്ല. താങ്ക് യു സർ. നന്നായിട്ട് പാടി. നിങ്ങൾ പാടിയ അതേ പാട്ടിലുള്ള മീനിങ്ങില് തമിഴിലെ അവിടെ ഒരു പാട്ടും ഉണ്ട്. വൈഫ് ഇവனை விட்டு போய் இன்னொரு ஆண் கூட போய் அப்போ அவளை நினைச்சு இவன் பாடின பாட்டு ஒன்று தமிழ்ல இருக்கிறான். செங்கோளத்து மீன் போல செங்கோளத்து மீன் போல சேர்ந்திருந்த ரெண்டு பேரும், செங்கோளத்து மீன் போல சேர்ந்திருந்த ரெண்டு பேரும், நம்ம சேர்ந்து இருந்த ரெண்டு பேரும். கொக்கு வந்து மீன அடுக்க எந்தங்க ரத்தினமே, கூட்டு கலைஞ்சதன்னடி பொண்ணு ரத்தினமே. தோட்டத்தே காமணக்கு தோட்டத்தே காமணக்கு, தொட்ட கையும் பூமணக்கு, உன்னை தொட்ட கையும் பூமணக்கு. 8 நாளா காணலே எந்தங்க ரத்தினமே, நீ இருக்கும் இடம் தோணலே பொண்ணு ரத்தினமே. கட்ட வண்டி இங்க இருக்க, காளமாடு அங்க இருக்கு, பாக்கடி உன் முகத்தை பகச்சனடி எஞ்சனத்தை, பாத்தேண்டி உன் முகத்தை பகச்சனடி எஞ்சனத்தை. கேளாத வார்த்தை எல்லாம் எந்தங்க ரத்தினமே, கேட்டேனே உன்னாலதயம் பொண்ணு ரத்தினமே. கேளாத வார்த்தை எல்லாம் எந்தங்க ரத்தினமே, கேட்டேனே உன்னாலதான் பொண்ணு ரத்தினமே. മഹതി മാം. ഫാന്റാസ്റ്റിക് സിംഗിങ്. താങ്ക് യു സർ. സുഭാഷിൻ്റെ സിംഗിങ്ങിൽ എപ്പോഴും ഉള്ള പ്ലസ് പോയിന്റ്സ് ആ റേഞ്ച്, ക്ലാരിറ്റി ആൻഡ് പിച്ചിങ് പെർഫെക്റ്റ് ആയിരുന്നു. ആൻഡ് നല്ല ഇമോഷനായിരുന്നു സുഭാഷിന് ഇത് പാടുമ്പോൾ. ആൻഡ് ഐ തിങ്ക് എല്ലാവരും നന്നായിട്ട് യുനോ ദ ഫീൽ ഓഫ് ദ ടോട്ടൽ ഫ്ലേവർ അത് കോറസ് പാടിയ
കണ്ടസ്റ്റൻസിനും ഉണ്ടായിരുന്നു. സോ നല്ലൊരു ഇമോഷൻ ടോട്ടലി ക്യാരി ഓവർ ചെയ്തു. സോ നൈസ് പെർഫോമൻസ്, തറോലി എൻജോയ്ഡ്. കീപ് ഇറ്റ് അപ്പ്. നാദർഷിക. പാട്ട് നന്നായിരുന്നു സുഭാഷ്. സ്ഥിരം സുഭാഷിനെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ പാട്ടിൻ്റെ കാര്യത്തിൽ വളരെയധികം എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഇനി ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, മറ്റുള്ള ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ എക്സ്പെക്റ്റേഷൻ ഞങ്ങൾക്ക് ഉള്ളതിൻ്റെ പേരിൽ സുഭാഷ് വന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ആവറേജ് ഒരു സിംഗിങ് സ്റ്റൈല്, സോങ് സെലക്ഷൻ എല്ലാം നമ്മൾ പ്രതീക്ഷിക്കും. ആ പ്രതീക്ഷയ്ക്കൊത്ത് മറ്റുള്ള ദിവസം കൂടി ഉയരണം എന്ന് ആഗ്രഹിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അക്ക. സുഭാഷ്, അപ്പോൾ നല്ല കമൻസ് ആണ് ആസ് യൂഷ്വൽ. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ് വലിയ കുഴപ്പമില്ലാതെ പോയി. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം അല്ലേ? ഓക്കെ. കുപ്പുസ്വാമി സർ, ഔട്ട് ഓഫ് 30 28 തരാം. മഹതി മാം 28. നാദർഷിക. സെയിം 28. താങ്ക് യു ജഡ്ജസ്. അപ്പം 90-ൽ 84 മാർക്സ് ആണ്. നല്ല മാർക്സ് ആണ്. സുഭാഷിന് അത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും എക്സ്പെക്ട് ചെയ്യാറുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ജഡ്ജസും ഓഡിയൻസും എല്ലാം അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ സുഭാഷിന്റെ മനോഹരമായ പെർഫോമൻസിന് ശേഷം അടുത്തതായി വരാൻ പോകുന്നത് വളരെ മനോഹരമായ ഒരു റൗണ്ടാണ്, പ്രണയം റൗണ്ട്. പ്രണയം റൗണ്ടിൽ നമുക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നു ശീതൾ. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം ശീതളിനെ. ശീതൾ. ശീതൾ, പ്രണയം റൗണ്ടാണ്. നല്ല കോസ്റ്റ്യൂമാണ്, നല്ല ഭംഗിയുണ്ട്, അതിന്റെ കോമ്പിനേഷൻ നല്ല രസമുണ്ട്. അപ്പോൾ ഏത് പാട്ടാ പാടുന്നത് ശീതൾ? എന്റെ മനസ്സിലെ കുഞ്ഞേട്ടാ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ? ഓക്കെ, നന്നായിട്ട് പാടും. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.
തിരിച്ചറിഞ്ഞു അച്ഛനും അമ്മയും മകളെയും നല്ല മൂടുവായാലൊന്നു ചേരാൻ ചാമ്പങ്ങച്ചൂട്ടിനരികിൽ വെച്ചെന്റെ നീ പാതി മനസ്സ് പറിച്ചെടുത്തു പാതി മനസ്സ് പറിച്ചെടുക്കുമ്പോഴും കൊഞ്ചിപ്പറഞ്ഞത് ഓർമ്മയുണ്ടോ കല്യാണ നാളങ്ങടുത്ത പിന്നെ നീനം വന്നങ്ങടുത്താൽ പിന്നെ നിന്നെയും ഞാനെന്നും കാത്തിരിക്കും എൻ്റെ കുഞ്ഞേട്ടനെ ഞാൻ ചേർത്തണയ്ക്കും ശീതൾ, ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് കേട്ടപ്പോൾ എന്തൊരു വിരഹമാണ് ഫീൽ ചെയ്തത്. എന്തൊരു വിഷമത്തിന്റെ ഒരു ടോണാണ് ആ പാട്ടിൽ മൊത്തം എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പാട്ടിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. നാദർഷക്ക, എല്ലാ നാടൻ പാട്ടിലും ഈ ആ ഏ ഈ രണ്ട് സാധനം ആഡ് ചെയ്താൽ മാത്രമാണോ നാടൻ പാട്ട് ആവുള്ളൂ എന്നൊരു ശരിക്കും ആക്ച്വലി ഈ പാട്ടിലുണ്ടാവും ഇങ്ങനെ? ഇതിന്റെ ഒറിജിനൽ ഇങ്ങനെയാണോ? ആ സാർ അതെ. അതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ ഈ കണ്ടിന്യൂസ് ഈ ഫ്ലോറിൽ ആ ഏ ഓ എല്ലാ പാട്ടിലും പലപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു വിരസത തോന്നുന്നുണ്ട്. അത് ഇതിനകത്ത് ഉള്ളതാണെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ബാക്കി ശ്രുതിയും താളവും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഓടാൻ ശ്രമിച്ചു, അതിനെ പിടിച്ചു. അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. ഒരു സാധാരണ ഒരാൾ സ്റ്റേജിൽ കയറി പാടുമ്പോൾ ഈ ആദ്യകാലങ്ങളിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകൾ അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. താങ്ക് യു. മഹതി മാം. ശീതൾ മാം. നൈസ് പെർഫോമൻസ്. താങ്ക് യു മാം. അപ്പോൾ കാമുകൻ വിട്ടിട്ട് പോയി, ആ ഒരു ഫീലിങ്ങിലാണ് കാമുകി പാടുന്നത്. അതാണോ? അല്ലേ? ആ അതെ. പാട്ടെന്ന് മനസ്സിലാക്കാവുന്നത് അതാണ്. കുറെ മാസങ്ങൾ പോയി തിരിച്ചു വരുന്നു വിചാരിച്ചു, പക്ഷെ വന്നിട്ടില്ല. അങ്ങനെ ഒരു ഇമോഷൻ അല്ലേ? ആ അതെ. ഒത്തിരി ഐ മീൻ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു പാടിയത് കേട്ടോ. സോ ഇറ്റ് വാസ് നൈസ്. താളം മാത്രം ഇടയ്ക്കിടയ്ക്ക് ശീതളിന് കുറച്ച് ഓടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ഐ തിങ്ക് ചരണം വരുമ്പോൾ ആ ഒത്തിരി വാക്കുകളുണ്ടല്ലേ, അത് കഴിഞ്ഞിട്ട് ഒരു പോസ് എടുത്ത് അടുത്ത ലൈനിലേക്ക് പോകാനുള്ള ആ ഒരു ഗ്യാപ്പിലാണ് ശീതളിന് കുറച്ച് ഓടാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നത്. പിച്ചിങ് വാസ് മോർ ഓർ ലെസ് ഓക്കെ. ഐ തിങ്ക് ദ ഇമോഷൻ ക്യാരിഡ് ഓൺ. ദാറ്റ് വാസ് നൈസ്. ഓക്കെ, താങ്ക് യു മാം. കുപ്പുസ്വാമി സർ, നിങ്ങൾ പാടിയ പാട്ടിനുള്ള മീനിങ് കൊണ്ട് ഞാൻ 20 വർഷத்துக்கு മുൻപ് എഴുതിന പാട്ട് ഇവിടെ ഉണ്ട്. മറந்தேரு மறந்தேருன்னு மத்தவங்க சொல்லுறாங்க, மறந்தேரு மறந்தேருன்னு மத்தவங்க சொல்லுறாங்க, உங்களை நான் மறந்தேருக்க இந்த உலகத்திலே மறந்துமில்லை, கத்தாத
எப்படியும் தோணலையே. மானுக்கு பொட்டழகு மயிலுக்கு இறகழகு, மானுக்கு பொட்டழகு மயிலுக்கு இறகழகு, தேனுக்கு ஈதான் அழகு என் தங்கமராசா தேகத்துக்கு நீ அழகு. மாமன் மகள் இருக்க மாலையிட நான் இருக்க, மாமன் மகள் இருக்க மாலையிட நான் இருக்க, மற்றவர் மேல் ஆசை உண்டானா என் தங்கமராசா மலையேறி விழுந்திடுவேன். மறந்தீரு மறந்தீருன்னு மத்தவுக சொல்லுறாக, உங்களை நான் மறந்திருக்க இந்த உலகத்திலே மறந்துமில்லை, இந்த உலகத்திலே மருந்துமில்லை. காதல் பொன்னம்மா, நீ என்ன விட்டு போனதென்னம்மா, நெஞ்சுக்குள்ள காயம் மாற்றம்மா, ஏற்பட்டாம்பூச்சி சாயம் போச்சம்மா, அடியானோட காதல் கையிலேக போல, பெண்ணோட காதல் கையை கொட்ட போல, கனவுக்குள்ள அவளை வச்சேனே, என் கண்ண ரெண்ட திருடி போனாளே, புல்லாங்குழல கையில் தந்தாளே, என் மூச்சு காத்த வாங்கி പോനാളേ. താങ്ക് യു സർ, താങ്ക് യു മാം. ശീതൾ, പാട്ടിന്റെ കാര്യങ്ങൾ ഈ പറഞ്ഞ മാതിരി അതിന്റെ ഒരു തീം എന്തായിരുന്നു എന്നുള്ളതൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെന്തായാലും ക്ലിയർഡ് ആയി. പിന്നെ നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ, നാദർഷിക. ശീതൾ, എത്ര ശീതൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? എക്സ്പെക്റ്റ് ഒന്നും ചെയ്യില്ല സർ. എന്നാലും ഇല്ല ഏയ് ഇല്ല, സാറ് പറഞ്ഞാൽ മതി. 27. താങ്ക് യു. മഹതി മാം. 27. താങ്ക് യു മാം. കുപ്പുസ്വാമി സർ. ഞാനും അതെ 27. താങ്ക് യു സർ. താങ്ക് യു ജഡ്ജസ്. അപ്പം 90-ൽ 81 മാർക്സ് ആണ്. നല്ല മാർക്കാണ്, വലിയ കുഴപ്പമില്ലാത്ത മാർക്സ് ആണ്. അപ്പം എന്തായാലും ഇനി റൗണ്ട്സ് വരുന്നുണ്ട്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. അപ്പോൾ അടുത്തതായി നമ്മളെ കാത്തിരിക്കുന്നത് മണിമേളം റൗണ്ടാണ്. മണിച്ചേട്ടന്റെ മനോഹരമായ ഒരു ഗാനവുമായി എത്തുന്നത് അപർണയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അപർണയെ. ചാമ്പയ്ക്കാ ചുണ്ടല്ലടി ചെറു ചുണ്ടങ്ങ പെണ്ണേ നീ, അപർണ ചേച്ചി മണിമേളം റൗണ്ടാണ്. മണിച്ചേട്ടന്റെ പാട്ടുകൾ എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകളാണ്. അപ്പൊ ഏത് പാട്ടാണ്? നേരെ പടിഞ്ഞാറ് സൂര്യൻ. ഓക്കെ, ഇപ്പം ഏറ്റവും ഹിറ്റായിട്ടുള്ള മണിച്ചേട്ടന്റെ പാട്ട്, എല്ലാ പാട്ടുകളും ഹിറ്റാണ്, പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രസക്തമായ ഒരു പാട്ടാണ്. അപ്പൊ നല്ലൊരു ഫീലുള്ള പാട്ടാണ്. ആ ഫീലോട് കൂടി തന്നെ പാടും. ഓക്കെ, നന്നായിട്ട് പാടൂ. താങ്ക് യു ചേച്ചി. പടിഞ്ഞാറ് സൂര്യൻ, താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടിലെ തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ, നേരെ പടിഞ്ഞാറ് സൂര്യൻ, താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടിലെ തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ,
ആറടി മണ്ണിലുറങ്ങയല്ലോ. ഏതൊരു കർക്കിടരാവ് ഉണ്ണാതുറങ്ങുന്ന രാവ് അന്നല്ലേ പെണ്ണു ചിരുത വേദനയോടെ പെറ്റവനെ. തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. തെല്ലു തെക്കേ പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ. 28 കെട്ട് കെട്ടുമ്പോ കുട്ട കുട്ട വിളി ഉയരുമ്പോ ഉപ്പും പുളിയും ചേർത്തു കുഴച്ച് തൊട്ടു നുണഞ്ഞു ചിരിച്ച കുട്ട. തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. തമ്പ്രാൻ കനിഞ്ഞില്ല അന്ന്, വെലങ്കൂലിയും തന്നില്ല അന്ന്. ചോർന്നൊലിക്കുന്ന കൂരയുടെ കീഴിൽ ഒത്തിരി നേരം കരഞ്ഞ കുട്ട. തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. തമ്പ്രാൻ കനിഞ്ഞില്ല അന്ന്, വെലങ്കൂലിയും തന്നില്ല അന്ന്. ചോർന്നൊലിക്കുന്ന കൂരയുടെ കീഴിൽ ഒത്തിരി നേരം കരഞ്ഞ കുട്ട. തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. മെട്രിക്കുലേഷൻ പരുഷ, 100ൽ 100ഓടെ വലിയ പരുഷ. കരയേറിയ അച്ഛനു തന്തോയ് പൂത്തിരിയേകിയ പൊന്നുമുത്തേ. തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. കയ്യിൽ കൊടി കണ്ടപ്പോ കുട്ട തത്ത പോലെ ചൊല്ലിയില്ലച്ചൻ. വേണ്ട കുട്ടാത്തി കളിയാണിത്, പിടിച്ചുള്ളൊരു പാട്ടികളാ. ആളെ കണ്ടാലറിയില്ല കുട്ട കൊടി നിറം നോക്കിയ കാര്യങ്ങള്. ആളെ കണ്ടാലറിയില്ല കുട്ട കൊടി നിറം നോക്കിയ കാര്യങ്ങള്. ആ ഓർമ്മകൾ പോയി മറഞ്ഞു, എന്റെ കുട്ടന്റെ പാട്ടുകൾ നിന്നു. ആ രാത്രി പേരറിയാത്തോർ ചെറ്റ തകർത്തു അകത്തു വന്നേ. കണ്ണടച്ചുറങ്ങുമൻ കുട്ടന് ഒന്നു കുല വിളിച്ചെന്റെ ദേവിയേ. കണ്ണടച്ചുറങ്ങുമൻ കുട്ടന് ഒന്നു കുല വിളിച്ചെന്റെ ദേവിയേ. നേരെ പടിഞ്ഞാറു സൂര്യൻ, താനേ മറയുന്ന സൂര്യൻ. ഇന്നലെ ഈ തറവാട്ടിലെ തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ. തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലു
അപർണ, ചേച്ചി മണിച്ചേട്ടനെ എനിക്ക് തോന്നുന്നു മരിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റുപാടിയതും ഒക്കെ ഒരു പാട്ട് തന്നെയാണ് അല്ലെ? അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ എപ്പോഴും നിലനിൽക്കുന്ന ഒരു വിഷ്വല് കാണുമ്പോഴൊക്കെ ആ ഒരു ഓർമ്മ നമ്മളിലേക്ക് വരുന്നൊരു പാട്ടാണ്. അപ്പൊ പാട്ടിനെ കുറിച്ച് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. മഹതി മാം. ഓക്കെ പെർഫോമൻസ് അപർണ. അപർണയ്ക്ക് മൊത്തം അപർണ എന്നെ ടെലികാസ്റ്റ് കാണുമ്പോൾ അപർണയ്ക്ക് മനസ്സിലാവും മൊത്തം ഡൗട്ടായിരുന്നു അപർണയ്ക്ക്. കറക്റ്റ് ആണോ ഞാൻ പാടുന്നത്, തെറ്റായിരിക്കും അല്ലേ എന്ന് പറഞ്ഞൊരു അതേ ഡൗട്ടിൽ എന്നെ പാടിക്കൊണ്ടിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, ആസ് എൻ കോൺഫിഡൻസ് ആണ് മേജർ ഫാക്ടർ. പ്രാക്ടീസ് ഉണ്ടാവണം, ശ്രുതി കറക്റ്റ് ആവണം, താളം കറക്റ്റ് ആവണം. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കോൺഫിഡൻസ് ആണ് നമ്മുടെ പെർഫോമൻസിന്. കുറച്ച് പിച്ച് ഔട്ട് ഇവിടെ ഇവിടേക്ക് ഉണ്ടാവും. ലൈവ് പെർഫോമൻസ് അല്ലേ, നമ്മൾ റോബോസ് ഒന്നും അല്ലല്ലോ പിച്ച് കറക്റ്റായിട്ട് 0-ൽ തന്നെ നിന്ന് പാടാൻ. അങ്ങനെ ഇറ്റ്സ് നോട്ട് ഹ്യൂമൻലി പോസിബിൾ. സോ ബട്ട് ഈ കോൺഫിഡൻസ് ലെവൽ നമ്മൾ കൂട്ടിയാൽ തന്നെ ഐ തിങ്ക് നമ്മുടെ പെർഫോമൻസിൻ്റെ ഒരു ടോട്ടൽ ഔട്ട്പുട്ട് ബെറ്റർ ആവും. ഓക്കെ, അപ്പം എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു അല്ലേ ഫുള്ള്, ഇത് എപ്പോഴാണ് ഒന്ന് അവസാനിച്ച് കിട്ടുക എന്ന് പറഞ്ഞൊരു ഫീലിങ്ങിലാണ് പാടിയത്. അങ്ങനെയൊന്നുമില്ല. ഇങ്ങനത്തെ പാട്ടെടുത്തുകൊണ്ട് വരുമ്പോൾ ഐ തിങ്ക് താളം ക്യാൻ ബി കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആവുമായിരുന്നു കേട്ടോ. കുറേ സ്ഥലങ്ങളിൽ അപർണ ഒന്ന് എത്തിപ്പിടിക്കാൻ നോക്കുകയാണ് താളത്തിനോട് ചേരാൻ വേണ്ടിയിട്ട്. സോ അതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പിച്ചിങ് വാസ് സോർട്ട് ഓഫ് ഓക്കെ. ആസ് എൻ അവസാനം ആകുമ്പോഴത്തേക്കും അവനെ കുറച്ചും കൂടി ആ ഡൗട്ട് കളഞ്ഞിരുന്നെങ്കിൽ ടോട്ടൽ പെർഫോമൻസ് കുറച്ചും കൂടി ഒരു 25% മോർ ബെറ്റർ പെർഫോമൻസ് കിട്ടിയാണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി അടുത്ത പെർഫോമൻസ് കുറച്ചും കൂടി നല്ല പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാണ്. നന്നായിട്ട് പാടില്ലേ അടുത്ത റൗണ്ട്? ഓക്കെ, താങ്ക് യു മാം. കുപ്പുസ്വാമി സർ. മണിച്ചേട്ടൻ്റെ ഒരു പ്രധാന പാട്ടാണ് അല്ലേ? നിങ്ങൾ ഈ പാട്ട് പലമുறை കേട്ട് നന്ന പ്രാക്ടീസ് செஞ்சு പിന്നെ ഇവിടെ പാടാം അതെ. ഡൗട്ടായി നിങ്ങൾ പാടുമ്പോൾ ഞാൻ ഉണർന്നു. ஒவ்வொரு சரணம் வரும்போதும் டவுட்டாகி இது சரியோ சரியில்லையோ அப்படிங்கிற டவுட்டே வேண்டாம். பிழையே பாடினாலும் அது சரியாக பாடணும் இல்லையா? பிழை இருக்குமோ என்ற நினைப்பு நம்மிடம் வரும்போது பிழை வரும். அதை ப்ராக்டிஸ் இல்லையெങ്കിൽ நீங்கள் பாட வேண்டாம். நல்ல கான்ஃபிடென்ட் உണ്ടെങ്കിൽ பாடம். ஓகேயா? இது மீனிங்கில் உள்ள பாட்டு தமிழில் நிறைய உண்டு, சினிமாவில் உண்டு. அதில் ஒரு பாட்டு ஆரடி, அது வந்தவள் ஒரு ஆடி அடங்கும் வாழ்க்கையடா, ஆரடி நிலமே சொந்தமடா. ஆடி அடங்கும் வாழ்க்கையடா, ஆரடி நிலமே சொந்தமடா, ஆடி அடங்கும் வாழ்க்கையடா. முதலில் நமக்கெல்லாம் தொட்டிலடா, கண் மூடினா காலில்லா கட்டிலடா, ஆடி அடங்கும் வாழ்க்கையடா, ஆரடி நிலமே சொந்தமடா, ஆடி அடங்கும் வாழ்க்கையடா. சிரிப்பவன் கவலையை மறக்கின்றான், தீமைகள் செய்பவன் அழுகின்றான். இருப்போம் என்றே நினைப்பவர் கண்களை இறந்தவன் அல்லவோ திறக்கின்றான். ஆடி அடங்கும் வாழ்க்கையடா, ஆரடி நிலமே சொந்தமடா, ஆடி அடங்கும் வாழ்க்கையடா. ஓகே, நெக்ஸ்ட் டைம் வரும்போது நல்ல ബ്രൈറ്റ് കോൺഫിഡൻറ്റ് നിങ്ങൾ പാട വേണം അല്ലേ? ശരി, ഓക്കെ, നൈസ്. താങ്ക് യു സർ. താങ്ക് യു സർ. നാദർഷിക. നമ്മളെ ഇവർ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അഡീഷണലായിട്ട് എനിക്ക് പറയാനായിട്ട് വേറെ ഒന്നും അപർണ അവിടെ പ്രവർത്തിച്ചിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ പറയായിരുന്നു. സ്പെഷ്യലായിട്ട് പറയുന്നത് നമ്മുടെ ഓർക്കസ്ട്ര അതിൻ്റെ BG എല്ലാം പൊരിച്ചു. വളരെ നമ്മൾ പാട്ടിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചത് അതിൻ്റെ BG ആയിരുന്നു. അതാണ് ആ പാട്ടിന് അവരെ ഓവർടേക്ക് ചെയ്ത് അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടി മേളിൽ നമ്മൾ പാടാൻ ശ്രമിക്കണം. ഓർക്കസ്ട്ര പുലികളല്ലേ കേട്ടോ? അടുത്ത പ്രാവശ്യം
ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു അക്ക. അപർണ, ജഡ്ജസ് പറഞ്ഞു കുറേ കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി മാർക്സ് എങ്ങനെയാണെന്ന് ചോദിക്കാം അല്ലേ? വളരെ വേഗം തന്നെ ചോദിക്കാം. ഓക്കെ, മഹതി മാം, ഔട്ട് ഓഫ് 30? 26. താങ്ക് യു മാം. കുപ്പുസ്വാമി സർ? 66. താങ്ക് യു സർ. നാദർഷിക? 26. താങ്ക് യു സർ. താങ്ക് യു ജഡ്ജസ്. അപ്പം 90-ൽ 78 മാർക്സ് ആണ്. വലിയ കുഴപ്പമില്ലാത്ത മാർക്സ് ആണ് അല്ലേ? അപ്പം പ്രതീക്ഷിച്ചായിരുന്നു എത്ര മാർക്സ് കിട്ടും എന്നുള്ളത്? ഇല്ല, എങ്കിലും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്സ്. അപ്പോൾ ഇനിയും റൗണ്ട്സ് വരുന്നുണ്ട്. പറഞ്ഞ പോലെ നല്ല കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പ്രസന്റ് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് അപർണ. താങ്ക് യു ചേച്ചി. അപ്പോൾ ബ്രേക്കിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു നമ്മളെക്കാത്ത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ഒരു നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജാണ് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നത്. നമുക്ക് ആസ്വദിക്കാം.
முத்தம் அடிமா சத்தம் துடிக்கிற துடிப்பெதுக்கு அதுக்கு ஏ காதும் காதும் வச்சது போல் பாடி புள்ள கண்ணு கண்ணா பேசுறப்போ பாஷை இல்லே தண்ணி கருத்தெரிச்சு உள்ள தவள சத்தம் கெட்டிருச்சு ஓரம் உறங்கிடுச்சு அவன் ஒதுங்க இடம் கிடைச்சிடுச்சு தண்ணி கருத்திருச்சு உள்ள தவள சத்தம் கெட்டிருச்சு ஓரம் உறங்கிருச்சு அவன் ஒதுங்க இடம் கிடைச்சிருச்சு പെൺപോരിമയും പ്രണയവും താനെ മറഞ്ഞ സൂര്യന്റെ ഓർമ്മയുമായി മിന്നാമിനിങ്ങിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷെ നമ്മൾ വീണ്ടും കാണും മിന്നാമിനിങ്ങിന്റെ അടുത്ത എപ്പിസോഡിൽ. Till then, it's Dr. Divya signing off from മിന്നാമിനിങ്, powered by Lakshmi Jewelry. Good night.